കടലെന്താണ്, കടൽ ജീവിതം എന്താണെന്ന് അറിയാത്ത കുറേ ആൾക്കാരെ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ? മീനുകളിൽ മണ്ണ് എങ്ങനെയാണ് വരുന്നതെന്ന് ഒരുപാട് കൂട്ടുകാർ സംശയമുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന ഒരു കാഴ്ച കണ്ട കരമടി വലിക്കുകയാണ് കേട്ടോ. ചില സമയങ്ങളിൽ നമ്മുടെ വിഴിഞ്ഞത്ത് ചില വണ്ടിയിലൊക്കെ, അതായത് അവരുടെ ഏരിയയിൽ മീൻ ലേലത്തിൽ കൊടുക്കാൻ പറ്റാണ്ട് നമ്മുടെ വിഴിഞ്ഞത്ത് കൊണ്ടുവരുന്ന മീനിൽ മണ്ണ് കാണുമ്പോൾ വന്നടിക്കുന്ന കമൻറ്റുകളാണ് ഇതുപോലത്തെ. ഈ കാണുന്ന ഒരു കാഴ്ച കണ്ട 10-60 ആളുകൾ ചേർന്നിട്ട് ഫെബ്രുവരി 4-ാം തീയതി പള്ളം ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്തായിട്ട് കരമടി വലിക്കുകയാണ്. അപ്പം മടി ഏകദേശം കയറാറായിട്ടുണ്ട് കേട്ടോ. ആ ഒരു കാഴ്ച എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ മീനിൽ എങ്ങനെയാണ് മണ്ണ് വരുന്ന കാഴ്ചയും കൂടെ നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാമേ. കരമടിയുടെ ഒരു തുടക്കം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ദൂരെ കാണുന്നില്ല ആ വള്ളം, അവർ ഒരു സൈഡുള്ള കമ്പ എന്നുള്ള സാധനമേ കരയിൽ നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ആ വള്ളം പോകാൻ പോവുകയാണ് കേട്ടോ. അവരിനിയും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ആ കമ്പ ഇട്ടു പോകും കേട്ടോ. അവർക്ക് ഒരു നിശ്ചിത അളവുണ്ട്. ആ അളവിൽ ഈ കമ്പ വളച്ചെടുത്തിട്ടാണ് മറ്റേ അറ്റം അങ്ങറ്റം നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ഈ രണ്ട് സൈഡ് കണ്ട ഇത് ഏകദേശം കരമടി കണ്ട കയറാറായ ഒരു കാഴ്ചയാണ് കാണുന്നത് കണ്ടോ. പക്ഷെ അത് ഇപ്പം തന്നെയാണ് അവർ ആ മടിയുടെ ഒരറ്റം കൊടുത്തുകൊണ്ട് ഇനി വള്ളം ഓടിപ്പോവും കേട്ടോ. ഓടിപ്പോയിട്ട് അവർ ആ റൗണ്ട് ചെയ്ത് വന്നിട്ടാണ് മറ്റുള്ള ആ അറ്റം അവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്ത് അങ്ങനെയാണ് ഇത് വലിക്കുന്നത്. ഇവർക്ക് ഏകദേശം മടി കയറാറായി കാണുന്നുണ്ടോ. മടി കയറുന്ന ടൈമിന് വന്നിട്ട് താണ്ട് ഈ കാണുന്നത് പോലെ രണ്ടാളുകൾ അവിടെ കിടന്നിട്ട് ഇങ്ങനെ വെള്ളം അടിക്കുന്ന ഒരു കാഴ്ച എന്താണ് നമ്മുടെ കൂട്ടുകാർ മനസ്സിലായത്? അതായത് ഈ മടി കയറാൻ വരുന്ന സമയം ഈ സൈഡിൽ കൂടെ മീനുകളൊക്കെ ഓടിപ്പോകാതിരിക്കാനുള്ള ഒരു രീതിക്കാണ് അവർ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് അടിക്കുന്നത്. പറഞ്ഞുവിടാത്ത കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ആ വള്ളം കമ്പ അങ്ങനെ കൊടുത്തുകൊണ്ട് പോവുകയാണ് കണ്ടോ. കമ്പ നീളത്തിൽ കിടക്കുന്നുണ്ടോ. ആൾക്കാർ ഈ സൈഡിൽ നിന്ന് പതുക്കെ വലിക്കാൻ തുടങ്ങും. അതിൻ്റെ കൂടെ ഈ കാഴ്ചയോടെ ഞാൻ കാണിച്ചു തരാം. മടി കയറാറായി കണ്ടോ. ഇത് കരയിൽ, അതായത് ഈ മണ്ണിലിട്ട് വലിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. മണ്ണിലിട്ട് വലിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഈ മീനിലൊക്കെ മണ്ണ് വരും. ഇവർ ഈ മടി തുറക്കുന്ന സമയമേ നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെയും കമ്പാവല വലിക്കുന്ന ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ കൂട്ടുകാരുടെ മുൻപിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാലും ഇന്നത്തെ ഈ വീഡിയോ കാണിച്ചു തരുന്നത് 2-3 ദിവസത്തിന് മുൻപ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഭീമാവള്ളി സൈഡ് കയറിയ ഒരു കരമടിയിലുണ്ടായിരുന്ന 3-4 നെമ്മീൻ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വിൽക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ആൾക്കാരിട്ട കമൻറ്റിന് റിപ്ലൈ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. കാരണം ഇവർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 10-60 ആളുകൾ ചേർന്ന് വലിച്ചപ്പോൾ കുറച്ച് കാരമീൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ മീനായിരുന്നാലോ വലിയ മീനായിരുന്നാലോ കരമടിയിൽ വരുന്ന മീൻ എപ്പോഴും മണ്ണ് കാണും കേട്ടോ. പിന്നെ വേറൊരു കാര്യം, മാർക്കറ്റിൽ വരുന്ന മീന് മണ്ണുണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ആ മണ്ണ് വച്ചിരിക്കുന്നവരോട് തന്നെ നിങ്ങൾ ചോദിക്കണം എന്താ കാരണമെന്ന്. ഇതാണ് കുറേ ആളുകൾ വീണ്ടും വന്ന് കമൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടാ അങ്ങുള്ള മീന് മണ്ണടിച്ച് ഇവിടെ കൊണ്ട് വിൽക്കുകയാണ്, എന്താ അവിടെ മാർക്കറ്റില്ലേ? അവർക്ക് അവിടെയും ലേലത്തിൽ കൊടുക്കാമല്ലോ, അവിടെ വില കുറവായതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മത്സ്യത്തൊഴിലാളികൾ ഡെയിലി പോയിട്ട് വരുമ്പോൾ അവർക്ക് നല്ല ഷെയറാണ് കിട്ടുന്നത്, നല്ല കാശാണ് അവർക്ക് കിട്ടുന്നതെന്ന് കുറേ ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. ഈ 10-60 ആളുകൾ ചേർന്ന് വലിച്ചപ്പോൾ, ഈ പരമ്പരാഗതമായ ഈ കരമടി വലിച്ചപ്പോൾ അവർക്ക് കിട്ടിയ മീൻ എന്താണെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റി. ഇത് അവർ മണ്ണിലിട്ട് വലിച്ച് കയറ്റുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് മണ്ണ് വരും കേട്ടോ. അറിഞ്ഞുകൂടാത്ത ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട്. നിങ്ങൾ ക്ലിയറായിട്ട് തന്നെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കണം കേട്ടോ. ഈ വാരിയിടുന്ന ഈ കാരമീനിലും മണ്ണുണ്ട് കേട്ടോ. മണ്ണിലിട്ടാണ് ഇവർ വലിച്ചെടുക്കുന്നത്. അപ്പോൾ സംശയങ്ങൾ മാറിയല്ല.